വീട്ടിൽ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് കുഞ്ഞിന് അസുഖമൊക്കെ ആയി. 12 വയസ്സുള്ള മോളാ കുഞ്ഞിനെ നോക്കിയത്. ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്ന തണ്ണിത്തോടം ഫോറസ്റ്റ് ഏരിയ ആണ്. ഞങ്ങളുടെ വീണ്ടും തൊട്ട് മുകളിലൊക്കെ ആനയൊക്കെ ഇറങ്ങും. ഈ 12 വയസ്സുള്ള മോള് ഈ വീട്ടിൽ തന്നെ ഇരുന്നാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത്. അവൾ ആഹാരം കൊടുക്കുന്നത് ഒരമ്മയെ പോലെ ഈ കുഞ്ഞിനെ നോക്കുന്നതല്ല. അവളാ എന്നെ സഹായിക്കുവാനോ വേറെ ആരുമില്ല. ഈ മക്കൾ 3 പേരുള്ള എനിക്ക്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് എമർജൻസി ആയിട്ട് വീട്ടിൽ വന്ന് മെഡിസിനൊക്കെ മുടങ്ങി. ബ്ലോക്കിൻ്റെ മെഡിസിന് ഒരു 5 ദിവസത്തേക്കിനുള്ള ഒരു സ്ലിപ്പിന് 490 രൂപയാണ്. മോനും മെഡിസിൻ പോകുന്നുണ്ട്. ഫിറ്റ്സിനുള്ള മെഡിസിന് 4-5 കൂട്ടം മെഡിസിൻ കുഞ്ഞിന് തന്നെ കൊടുക്കുന്നുണ്ട്. അവൻ്റെ മെഡിസിന് തന്നെ നല്ല റേറ്റാണ്. എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. എൻ്റെ മക്കളല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. ഈ ആന ഇറങ്ങുന്നിടത്ത് സന്ധ്യയായി കഴിയുമ്പോൾ ഒരു 8 മണി ആ സമയമാകുമ്പോഴത്തേന് വീണ്ടും സൈഡിലൊക്കെ ആന ഇറങ്ങും. കുഞ്ഞിന് പേടി എവിടെ ഇരിക്കാൻ നോക്ക്. പിന്നെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒന്ന് മഴ ചാറിയാൽ തന്നെ രാത്രി ഒരു സമയത്തിന് കറണ്ട് പോകും. മിക്ക ദിവസവും എപ്പോഴാണെങ്കിലും മഴയില്ലെങ്കിലും കറണ്ട് പോകും രാത്രി. നമ്മൾ വലിയവരിരുന്നാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. വല്ലാത്തൊരു പേടിയാണ്. ഞാൻ വീട്ടിലിരുന്ന് ഫുഡിൻ്റെ പരിപാടിയൊക്കെ ചെയ്താണ് വീട് കഴിഞ്ഞു പോയിരുന്നത്. കുഞ്ഞുങ്ങളുടെ പഠിത്തമൊക്കെ നോക്കിയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ ശരീരം അനങ്ങുവാനും ഒരു കട്ടിപ്പണി ചെയ്യുവാനും ഒന്നും എനിക്ക് കഴിയത്തില്ല. എനിക്ക് വീട്ടിലിരുന്നാണെങ്കിലും എന്തെങ്കിലും ജോലി എടുത്ത് കുഞ്ഞുങ്ങളെ നോക്കണമെന്നുണ്ട്. പക്ഷേ അതൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം. അങ്ങനെ എമർജൻസി ആയിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെയാണ് 15-ാം തീയതി ഈ ജൂലൈ 15-ാം തീയതി എനിക്ക് ഓപ്പറേഷൻ്റെ ഡേറ്റ് തന്നു. പക്ഷെ എനിക്ക് സാമ്പത്തികം ഇല്ല. അതൊന്നും സജി പാസ്റ്റർ പള്ളിക്കൊന്ന് അദ്ദേഹം തിരക്കിലുമായി പോയി മറ്റുള്ള രോഗികളെ സഹായിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡേറ്റ് നീട്ടി വാങ്ങിച്ചു. എൻ്റെ അവസ്ഥ പറഞ്ഞ് അങ്ങനെയാണ് അടുത്ത മാസം ഓഗസ്റ്റ് 12-ാം തീയതി ഓപ്പറേഷത്തിന് വേണ്ടി എനിക്ക് ഡേറ്റ് കിട്ടി. പക്ഷെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ഞാനിപ്പോൾ. കാര്യം പറ്റുന്ന പോലെ തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കും. മോൻ്റെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. കുഞ്ഞ് ആശുപത്രി ഞാൻ കിടക്കുമ്പോൾ മോള് പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ആഹാരം ഇല്ലാതെ ഒരു ദിവസം രാത്രി മൊത്തം കിടന്ന് കുഞ്ഞു വിളക്കോളം കരഞ്ഞെന്ന് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്, മമ്മി കുഞ്ഞ് പട്ടിണി കിടന്നായിരുന്നു ഒരു ദിവസം രാത്രി മൊത്തം കിടന്ന് കരഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഷീജ KMൻ്റെ വാടക ഭവനത്തിലാണ്. അവർക്ക് സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഒന്നുമില്ല. വാടക ഭവനത്തിൽ നമുക്ക് ഞാൻ വന്നിരിക്കുന്നത് ഷീജ സഹോദരിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു ഓപ്പറേഷന് വേണ്ടി. നമുക്കപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ ഒന്ന് കാണാം. ഷീജയുടെ കുഞ്ഞിനെ ഒന്ന് കാണാം. ഇതാണ് ഷീജ സഹോദരിയുടെ കുഞ്ഞ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ സഹായിച്ചിട്ടുള്ള ഈ കുഞ്ഞിന് വേണ്ടി. എത്ര വയസ്സുണ്ട് ഇപ്പോൾ കുഞ്ഞിന്? 14 വയസ്സായി. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തണ്ണിത്തോട് പഞ്ചായത്തിൽ 11-ാമത്തെ വാർഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷീജ വാടകയ്ക്ക് താമസിക്കുന്ന ഭവനത്തിലാണ്. ദയവായിട്ടൊന്ന് ഈ കാര്യങ്ങളൊന്ന് കേൾക്കണേ. പ്രിയമുള്ളവരെ, നമുക്കറിയാം മെഡിക്കൽ കോളേജിലെ ഒരു ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഈ ജൂലൈ മാസം 15-ാം തീയതി ആയിരുന്നു ഷീജയുടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നത്. വളരെ അത്യാവശ്യമായിട്ടിരിക്കുന്ന ഒരു ഓപ്പറേഷനായിരുന്നു. പക്ഷേ ആ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല, കാരണം സാമ്പത്തികമില്ലായിരുന്നു. പിന്നീട് നമ്മൾ ആ ഓപ്പറേഷൻ്റെ തീയതി വീണ്ടും ചെന്ന് ഡോക്ടറോട് ചെന്ന് പറഞ്ഞ് ആ തീയതി മാറ്റുകയായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. വളരെ അർജൻറ്റായിട്ടുള്ള, വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. മാത്രമല്ല ഷീജയുടെ മറ്റൊരു വിഷയം കൂടെ ഉണ്ട്.
ഷീജയുടെ മരുന്ന് മുടങ്ങിയ ഒരു സാഹചര്യം കൂടെ. അതെല്ലാം ഞാൻ ഇതിൻ്റെ ഒപ്പം ഇടുന്ന മെഡിക്കൽ രേഖ ഡോക്ടേഴ്സ് എഴുതിയിരിക്കുന്നതിനകത്ത് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ എഴുതിയിരിക്കുന്ന 12-ാം തീയതി ഡേറ്റും ഉണ്ട്. ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണേ, ഷീജ സംസാരിക്കുന്നൊന്ന് കേൾക്കണേ. നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ യൂട്യൂബിനകത്ത് നമുക്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കാനായിട്ട് പറ്റുകയില്ല. കാരണം അങ്ങനെ കൊടുത്താൽ ഞാൻ ആ വീഡിയോ ഇട്ട് ഉടൻ തന്നെ അവർ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ആളുകൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഡിലീറ്റ് ആവുന്നു. അതുകൊണ്ട് ഫോൺ നമ്പറാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഫോൺ നമ്പറിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുകയോ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഷീജയുടെ അക്കൗണ്ടിൽ മാത്രം പൈസ അയച്ചാൽ മതി. എൻ്റെ പേര് ഷീജ കെ എം. കഴിഞ്ഞ 2024 എന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് എനിക്ക് 8 മാസക്കാലമായി വയറുവേദനയായിരുന്നു. അപ്പോൾ വേദനയുടെ കാരണം എന്താണെന്ന് ഡോക്ടർമാർ കണ്ടുപിടിച്ചില്ല. ഒരുപാട് ഹോസ്പിറ്റലുകളിലൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ. മക്കളാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഒരു മൂത്ത മോൻ എത്രല്ല പഠിക്കുന്നത്? മൂത്തവൻ +2. ഇളയ മോള് 7ാം ക്ലാസ്സിൽ. പിന്നുള്ളത് നമ്മൾ ഈ കാണുന്ന ഈ മോനാണുള്ളത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പുഷ്പഗിരിയിൽ ആദ്യം പോയി അവരാണ് ഈ രോഗം കണ്ടുപിടിക്കുന്നത്. പിന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിലല്ലായിരുന്നു. ഇഞ്ചക്ഷൻ്റെ സഹായത്തോടാണ് 8 മാസമായിട്ട് വേദനയില്ലാതെ കിടന്നുറങ്ങുന്നത്. ആദ്യമൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വേദന കുറയുമായിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ എടുത്താൽ പോലും വേദന കുറയത്തില്ല. ഒരു ദിവസം 4-5 ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട് വേദന കുറയാനായി. പക്ഷേ അതൊന്നും എനിക്ക് കേൾക്കാതെ വന്നു. പിന്നെ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഗ്യാസിൻ്റെ ആണെന്നും പറഞ്ഞ് ഡോക്ടേഴ്സൊക്കെ തള്ളിക്കളഞ്ഞു. പക്ഷേങ്കിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം അവർ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ച് പിത്താശയത്തിൽ കല്ലാണെന്ന്. അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടർന്ന് പോകണമെന്ന് പറഞ്ഞ് കുഴപ്പമില്ലയെന്നും പറഞ്ഞാണ് വിട്ടത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് മഞ്ഞപ്പിത്തമായി. മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് കൂടി ലിവറിൽ ബാധിച്ചു. ലിവറിൽ ഇൻഫെക്ഷനായി. പാങ്ക്രിയാസിന് വീക്കമായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് മഞ്ഞപ്പിത്തമൊക്കെ അങ്ങേയറ്റമായി, കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ മഞ്ഞപ്പിത്തത്തിൻ്റെ അളവൊക്കെ 16.6 ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ഗ്യാസ്ട്രോയെ കണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം ERCP ചെയ്ത് മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ERCP ചെയ്ത് അകത്ത് ട്യൂബ് ഇടണമെന്ന് പറഞ്ഞു. സ്റ്റോണ് വലിച്ചിട്ട് കഴിയുമ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് കഴിയും. അങ്ങനെ ERCP ചെയ്ത് ട്യൂബ് ഇട്ടു. ട്യൂബ് ആദ്യം ഡോക്ടേഴ്സ് പറഞ്ഞു 20,000 രൂപയാകും, നിങ്ങളുടെ ട്യൂബ് വാങ്ങിച്ചു കൊടുക്കണം, അല്ലാതെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ വേണ്ട നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ട സാധനങ്ങളോ ഉപകരണങ്ങളോ ഇവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ട്യൂബ് വാങ്ങിച്ചു തരണം, 20,000 രൂപയാണെന്ന് പറഞ്ഞു. ആകെ 7,000 രൂപയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒരുപാട് പേരെ ഹെൽപ്പിന് വിളിച്ചു, ആരും സഹായം ചെയ്തു തന്നില്ല. എന്നാലും ചിലരൊക്കെ ദയ തോന്നി എന്നെ ഹെൽപ്പ് ചെയ്ത് 20,000 രൂപയ്ക്ക് ഞങ്ങൾ ട്യൂബും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ERCP ചെയ്ത് എനിക്ക് ഒരു സ്റ്റെൻറ്റ് ഇട്ടു. സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വേദനയ്ക്ക് ഒരു ശമനവും കിട്ടിയില്ല. പിന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ അളവും ഇതായി, ലിവറൊക്കെ ആകെ ഇൻഫെക്ഷനായി, വല്ലാത്തൊരു സാഹചര്യമായി. അതിൽ നിന്ന് അവർ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനൊക്കെ എനിക്ക് ഒരു ദിവസം 8 ഇഞ്ചക്ഷൻ വരെ എടുത്തു. ഇനി ഡോക്ടർ പറഞ്ഞു ഇനി ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് മാർഗമില്ല, ആളുടെ ജീവന് വരെ ആപത്താന്ന് പറഞ്ഞു. ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. 3 മാസം ഞാൻ വെള്ളത്തിലും ജ്യൂസിലും മാത്രമായിട്ട് ക്യാരറ്റ് ജ്യൂസും കുടിച്ച് 3 മാസത്തോളം ഞാൻ കഴിഞ്ഞു. അങ്ങനെ അവരെ ERCP ചെയ്ത് സ്റ്റെൻറ്റൊക്കെ ഇട്ട് എന്നെ വാർഡിലേക്ക് മാറ്റി. പക്ഷേ വാർഡിൽ വന്ന് 3-ാമത്തെ ദിവസം ഞാൻ ഡോക്ടർമാർ നിർബന്ധിച്ച് ആഹാരം കഴിച്ചില്ലേ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇത്ര ദിവസമായില്ലേ, വെള്ളത്തെ മാത്രം നിൽക്കാതെ ആഹാരം കഴിക്കാൻ പറഞ്ഞു. ഞാനൊരു ശകലം ആഹാരം കഴിച്ചു. അന്ന് വൊമിറ്റ് ചെയ്തു, ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്തു, ബ്ലഡ് വൊമിറ്റ് ചെയ്തു. പക്ഷെ അത് ഞങ്ങൾ കാര്യമായിട്ട് എടുത്തില്ല. ആ വൊമിറ്റ് ചെയ്ത് ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഡോക്ടറെ വിളിച്ച്, മോൻ കൂടെ ഉണ്ടായിരുന്നു, മോൻ ഓടിപ്പോയി ഡോക്ടറോട് കാര്യം പറഞ്ഞു. ഡോക്ടേഴ്സൊക്കെ വന്ന് നോക്കി, ഓക്സിജൻ്റെ അളവ് നോക്കിയപ്പോൾ ഓക്സിജൻ്റെ അളവ് എനിക്ക് കിട്ടുന്നില്ല, താണ പോവുക. അപ്പം പെട്ടെന്ന് തന്നെ അവരെനിക്ക് ഓക്സിജൻ തന്നു.
അവർ എക്സ്റേ എടുക്കാനായി വിട്ടപ്പോൾ അവർ പറഞ്ഞ എക്സ്റേയിൽ എന്തോ കാണിക്കുന്നുണ്ട്, ബ്ലഡ് ഒമിറ്റ് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ അവർ പറഞ്ഞ എമർജൻസിയാണ്, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായി, എത്രയും പെട്ടെന്ന് നിങ്ങളെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ഓക്സിജനോട് കൂടി. അങ്ങനെ 7 ദിവസത്തോളം ICUലായിരുന്നു. ICUയിൽ എനിക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഇഞ്ചക്ഷൻ മുടങ്ങാതെ പമ്പ് ചെയ്യുന്നൊരിതുണ്ട്, അതിലാക്കണമെന്ന് പറഞ്ഞു. 7 ദിവസത്തോളം ഓക്സിജനല്ല, അതായത് വെന്റിലേറ്ററിൽ നിന്നുള്ള ഓക്സിജൻ എനിക്ക് 7 ദിവസം ഓക്സിജൻ തന്നു. ICUലായിരുന്നു ഞാൻ 7 ദിവസം. പിന്നെ അവിടെ നിന്ന് വന്ന് ICU ഇറക്കി 3-ാമത്തെ ദിവസം ഡോക്ടറോട് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ കുഞ്ഞുങ്ങളെ ഒന്ന് സേഫ് ആക്കണമെന്നുണ്ട്. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എനിക്ക് മരുന്ന് കഴിക്കുവാനോ, എൻ്റെ മോന് +2 അവൻ എക്സാം എഴുതിയായിരുന്നു, പക്ഷെ അവന് മാത്സൊക്കെ പോയി. പക്ഷെ അവന് രണ്ടാമത് എഴുതിയെടുക്കാനോ ഒന്നും അവന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവനെ ഒന്ന് പഠിപ്പിക്കണമെന്നുണ്ട്. എൻ്റെ പുറകെ ഓടി നടന്ന് അവൻ്റെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലായി. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് കുഞ്ഞ് ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോയി, അങ്ങനെയാണ് വീടൊക്കെ കഴിഞ്ഞു പോകുന്നത്. അതിനിടയിൽ അവന് ചെറിയ പരിക്ക് പറ്റി, അവനും ഇപ്പോൾ വീട്ടിലിരിപ്പാ. തലയ്ക്കൊരു മുറിവ് പറ്റിയ വീണ്, അങ്ങനെ അവനും വീട്ടിലിരിക്കുകയാണിപ്പോൾ. എനിക്കിപ്പോൾ കടങ്ങളും എല്ലാം കൂടെ എന്നെ കൊണ്ട് വീട്ടാനായിട്ടൊന്നും പറ്റുന്നില്ല. ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തവരൊക്കെ ഇപ്പം സാമ്പത്തികം തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ എനിക്കത് ചെയ്തു കൊടുക്കാനോ അവർ 1 രൂപ പോലും തിരിച്ചു കൊടുക്കാനോ എനിക്ക് പറ്റുന്നില്ല. ചിലരൊക്കെ എന്നെ കുടുംബശ്രീയിൽ നിന്നാണെങ്കിലും ഞാൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പെണ്ണുങ്ങളെല്ലാം കൂടി വിഷയം ഉണ്ടാക്കി ആ ഒരു സാഹചര്യത്തിലൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നത്. എനിക്ക് ഈ ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞ് റെസ്റ്റും കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഫുഡ് ഉണ്ടാക്കി എങ്ങനെയാണ് കൊടുത്തോണ്ടിരുന്നത്? ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഫുഡ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി പാക്കറ്റ് ചെയ്ത് കടകളിലൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഓർഡർ അനുസരിച്ച് അച്ചാറും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഏത് ബാങ്കിലാണ് അക്കൗണ്ടൊക്കെ ഉള്ളത്? SBIയിൽ. ബ്രാഞ്ച് ഏതാ? തോട്ടമണ്ണ്. ആരുടെ പേരില്ല? എൻ്റെ പേരിൽ തന്നെ. പേരെങ്ങനെ കിടക്കുന്നേ? ഷീജ KM. ഷീജ KM എന്ന് പറയുമ്പോൾ കല്ലുഴത്തിൽ നിന്നുള്ളതിൻ്റെ M മർക്കോസ്, എൻ്റെ അപ്പച്ചൻ്റെ വലിയപ്പൻ്റെ ഇതായിട്ടേക്കുന്ന മർക്കോസ് എന്നുള്ളതിൻ്റെ M. മോൻ്റെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. ആശുപത്രി ഞാൻ കിടക്കുമ്പോൾ മോള് പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ആഹാരമില്ലാതെ ഒരു ദിവസം രാത്രി മൊത്തം കിടന്ന് കുഞ്ഞു വെളുക്കോളം കരഞ്ഞെന്ന് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്, മമ്മി കുഞ്ഞ് പട്ടിണി കിടന്നായിരുന്നു, ഒരു ദിവസം രാത്രി മൊത്തം കിടന്ന് കരഞ്ഞത്. മോളാ കുഞ്ഞിനെ നോക്കുന്നത്. അവളെ ഞാൻ നോക്കുന്നവരെ അവനെ കുളിപ്പിക്കുകയും അവന് ആഹാരം കൊടുക്കുകയും ബാത്റൂമിൽ കൊണ്ടുവന്ന എല്ലാം അവളാ. ഞാൻ ആശുപത്രി പോകുന്ന സമയത്തെല്ലാം അവളും കുഞ്ഞും ഇവിടെ തന്നെയുള്ള അവരായി കുഞ്ഞിനെ അവളാ നോക്കുന്നത്. എത്ര വയസ്സുണ്ട്? 12 വയസ്സാണ്. 12 വയസ്സാണ്. അതെനിക്ക് ഓർക്കാൻ തന്നെ പേടിയാ മാസ്റ്റർ. ആശുപത്രി കിടന്ന സാഹചര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ആശുപത്രി കിടന്ന സാഹചര്യം എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാ. സഹായിക്കാനും ആരുമില്ല. മക്കളാണേലും പുറത്തോട് നടന്ന വിശന്നും പട്ടിണിയാലും അവർ ഓടി നടക്കുന്നു. ഇവിടെ വീട്ടിലാണെ മോളും കുഞ്ഞും. അവർക്കൊന്നും ഒരു എന്താ പറയുന്ന ഒരു ലൈറ്റോ ഒരു കറണ്ട് പോയ ഒരു വെട്ടം പോലും ഇല്ലാതെ ഇരുട്ടത്തിരിക്കണം. ഒരു മെഴുകുതിരി വാങ്ങിക്കാൻ പോലും പറ്റുന്നൊരു സാഹചര്യം. നമുക്ക് ഇവിടെ അടുത്ത് കടയോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമോ ഒന്നും സഹായിക്കാനോ ആരുമില്ല. അങ്ങനെ ഇവിടെ ഒരു ഓട്ടോക്കാരൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് അവർ നോക്കി. പക്ഷേ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. എൻ്റെ കുഞ്ഞ് എനിക്കവരെ നോക്കണം. ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ച കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ഒരുപാട് ചെയ്തതാണ്. ഇവൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥയൊക്കെ എല്ലാവരും കണ്ടതാണ്. മരിച്ചു പോയെന്ന് പറഞ്ഞ് ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ എൻ്റെ കുഞ്ഞ്. പക്ഷെ അവനിപ്പോൾ ചിരിക്കുകയെ കളിക്കുകയെ അവനെ നോക്കുകയെ വന്നപ്പോഴത്തേക്കിന്
അവനെ എനിക്കൊന്ന് ശരിക്കും നോക്കാൻ പോലും പറ്റുന്നില്ല. അവൻ ആഗ്രഹിക്കുന്ന ആഹാരം കൊടുക്കാനോ അവനെ ഒന്ന് എടുത്തോണ്ട് നടക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. പിന്നെ മക്കള് മാറി മാറി അവനെ എടുത്തോണ്ട് നടക്കുകയും പുറത്തിറക്കിക്കൊണ്ട് പോവുകയും അവനോട് കാര്യം പറയുകയും ഒക്കെ ചെയ്യും. ആ ഒരിതിലൂടെ കടന്നു പോകുന്നത്. നോക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാൻ കേട്ടോ. ദൈവം എല്ലാറ്റിൽ നിന്നും നിങ്ങൾ ഈ കഷ്ടകരമായ എല്ലാവിധമായ സാഹചര്യത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കട്ടെ. പ്രയാസപ്പെടേണ്ട. എല്ലാത്തിനും ദൈവസന്നിധിയിൽ നിന്ന് എല്ലാത്തിനും പരിഹാരമുണ്ട്. ദൈവം അറിയാതൊന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. നമ്മൾ കഷ്ടതകളിലൂടെ പോകുമ്പോഴും ദൈവസാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ഈ കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം മാറും നിങ്ങളുടെ ജീവിതത്തിൽ. മോനെയൊക്കെ നല്ല നിലയിലെത്തിക്കും, ദൈവം എത്തിക്കും. എനിക്ക് ഇവിടെ നിന്ന് വീട് മാറണം പാസ്റ്റർ. എനിക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് സേഫ് ആക്കണം. ഇതൊരു മലയാണ്. ഇതൊരു പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ഞാനിപ്പോൾ. കാര്യം പറ്റുന്ന പോലെ തന്നെ ഹെൽപ്പ് ചെയ്യണം ഞാൻ അപേക്ഷിക്കും. വനമാണ്. ഞാൻ കാറിനകത്ത് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്താണ് വന്നത്. പക്ഷെ ഞാൻ വന്ന് ഇതിന് മേളിൽ കയറിയത് ഒത്തിരി കഷ്ടപ്പെട്ടാണ്. മാത്രമല്ല ഇവിടെ വന്നിട്ട് വണ്ടി ഒന്ന് തിരിക്കാൻ ഒക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് ദൂരം ഞാൻ യാത്ര ചെയ്ത് പിന്നെ വണ്ടി തിരിച്ച് ഇങ്ങോട്ടൊന്ന് കൊണ്ട് എന്ന് ഇട്ടത് തന്നെ. രാത്രിയിൽ പലപ്പോഴും കഴിഞ്ഞ ദിവസം ഒക്കെ ചിലപ്പോൾ എന്നെ വിളിക്കാറുണ്ട്. ഇങ്ങനെ രാത്രിയിലൊക്കെ സുഖമില്ലാതെ വരുമ്പം ഫോട്ടോ വിളിച്ച് പോകുന്ന സാഹചര്യം. ആ കാര്യം ഒന്ന് പറയാമോ? ഹോസ്പിറ്റലിൽ നമുക്കൊരു ഹോസ്പിറ്റൽ കേസായിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടിക്കാരെ വിളിച്ചാൽ കിട്ടത്തില്ല. അത് വണ്ടിക്കാർ വന്നാൽ തന്നെ 900 രൂപ നമ്മൾ ഇവിടുന്ന് വണ്ടി കാശ് കൊടുക്കണം അവർക്ക്. അവർ റിസ്ക് എടുത്ത് ചിലർ വരും. ചിലരെന്ന് പറഞ്ഞാൽ ഒരാളുണ്ട്, പുള്ളി പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വിളിച്ചാൽ രാത്രി വരും. കുഞ്ഞിന് മോനാണെങ്കിൽ തല പൊട്ടിയിട്ട് ബ്ലഡ് ഒഴുകി കുഞ്ഞിനെ അവിടെ കിടന്നിട്ട് ഞങ്ങൾ ഒത്തിരി വണ്ടിക്കാരെ വിളിച്ചിട്ട് വണ്ടിക്കാരും വന്നില്ല. പിറ്റേ ദിവസം 12 മണിയായപ്പോഴാണ് വണ്ടി ഞങ്ങൾക്ക് കിട്ടി കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുവന്നത്. 6 സ്റ്റിച്ചിനുള്ള മുറിവുണ്ടായിരുന്നു. പക്ഷെ അത് സ്റ്റിച്ച് ഇടാൻ പറ്റാത്തവണ്ണം മുറിവ് അകന്നു പോയി. അതുകൊണ്ട് പിന്നെ അവർ പിൻ ചെയ്തു, സ്റ്റാപ്ലയർ അടിച്ച് ഇതാക്കി. ആ ഒരു സാഹചര്യം. അപ്പോൾ ഒക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ എന്നെ ഫാസ്റ്റാണ് സഹായിച്ചുകൊണ്ടിരുന്നത്. സാമ്പത്തികമായിട്ടാണെങ്കിലും മെഡിസിൻ വാങ്ങിക്കാനാണെങ്കിലും കുഞ്ഞിന് മെഡിസിൻ വാങ്ങിക്കാനാണെങ്കിലും സജി പാസ്റ്ററാണ് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അത്ര പ്രയാസത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് പ്രിയമുള്ളവരെ ഈ കുടുംബം ഈ പോകുന്നത്. കാരണം ഈ മലയുടെ മുകളിൽ താമസിച്ചിട്ട് ഞാൻ തന്നെ രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ടാണ് ഒരു 3 മണിയായപ്പോൾ ഞാൻ എത്തിയത്. ആനക്കാടാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന ഈ 2 സൈഡും ഫോറസ്റ്റാണ്, ഫുള്ള് ഫോറസ്റ്റ്. നമുക്ക് ഒറ്റയ്ക്ക് വരാൻ തന്നെ പേടി വരും. ഞാൻ ഇനി തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ആനക്കാടിൻ്റെ ഇതിലൂടെയാണ് വരുന്നത്. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, എങ്കിലും ദൈവം കാത്തു സൂക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നടുവിലൂടെയാണ് ഈ കുടുംബമായിരിക്കുന്നത്. ദൈവമായിട്ട് സഹായിക്കണേ. സഹോദരി 2 കുഞ്ഞുങ്ങളുമായി 3 കുഞ്ഞുങ്ങളുമായി സുഖമില്ലാത്തൊരു കുഞ്ഞുങ്ങളുമായി ഒറ്റയ്ക്ക് ഒരു ആനക്കാട്ടിൻ്റെ നടുവിൽ ഒരു വാടക ഭവനത്തിൽ 1000 രൂപയേ ഉള്ളൂ കേട്ടോ വാടക. 1000 രൂപ അല്ലേ ഉള്ളൂ. 1000 രൂപ. അതുകൊണ്ടൊക്കെ നമ്മുടെ സാഹചര്യമൊക്കെ വെച്ചാണ്. വാടക കൊടുക്കാറുണ്ടോ? ഇല്ല, വാടക ഇപ്പോൾ 8-9 മാസത്തോളമായി മുടങ്ങി കിടക്കുക. 9 മാസത്തെ വാടക കൊടുക്കാൻ കിടക്കുക. അപ്പോൾ ആ സാഹചര്യത്തിലാണ് പോകുന്നത്. കടമുണ്ട് ഫസ്റ്റ് 1,83,000 രൂപ എനിക്ക് കടം. 1,83,000. അത് ചികിത്സയോടുള്ള ബന്ധത്തിൽ, ചികിത്സയായിട്ടുള്ള ബന്ധത്തിൽ, പിന്നെ കുഞ്ഞ് ആശുപത്രി കിടന്ന സമയത്തും ഉള്ളതും ഒക്കെ ഉണ്ട്. ദയവായിട്ട് നമുക്ക് സഹായിക്കാം. ഈ കുടുംബത്തെ നമ്മൾ കൈവിടാതെ നമുക്ക് സഹായിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്കൊക്കെ ഒരു വലിയ വ്യത്യാസം തരും കേട്ടോ. ധൈര്യത്തോടു കൂടി ഇരിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് പ്രിയമുള്ളവർ. നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ യൂട്യൂബിനകത്ത് നമുക്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കാനായിട്ട് പറ്റുകയില്ല. കാരണം അങ്ങനെ കൊടുത്താൽ ഞാൻ ആ വീഡിയോ ഇട്ട് ഉടൻ തന്നെ അവർ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ആളുകൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഡിലീറ്റ് ആവുന്നു. അതുകൊണ്ട് ഫോൺ നമ്പറാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഫോൺ നമ്പർ അതിനകത്ത്
തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുകയോ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഷീജയുടെ അക്കൗണ്ടിൽ മാത്രം പൈസ അയച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ വാട്സാപ്പിൽ ഒന്ന് വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ അതിലൊന്ന് ഫോൺ വിളിക്കുകയോ ചെയ്താൽ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും അയച്ചു തരും, ഇവിടെ അഡ്രസ്സ് അയച്ചു തരും. നിങ്ങളിവിടെ ഇവരെ വരികയും കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമീൻ. എനിക്കിപ്പോൾ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം, ഓപ്പറേഷന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണം. ഏകദേശം 1,50,000 രൂപയുടെ ഓപ്പറേഷത്തിന് പിത്താശയം മുറിച്ച് മാറ്റണമെന്നാണ് പറയുന്നത്. അത് എടുത്ത് കളയാതെ അതവിടെ വെച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് കൂടും, പിന്നെ ERCP ചെയ്ത് ട്യൂബ് ഇടേണ്ടി വരും. അപ്പം അതെടുത്ത് കളയണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെടുക്കാതെ വേറെ ഓപ്ഷൻ ഇല്ലെന്നാണ് ഡോക്ടേഴ്സ് എനിക്ക് തരുന്നൊരിത്. അപ്പം ERCP ചെയ്യാൻ തന്നെ ചെയ്ത് ഞാൻ ICUലായപ്പോൾ തന്നെ 60,000 രൂപയോളം എനിക്കായി. അപ്പോൾ ഇവർ പറയുന്നത് 20,000 രൂപ മതിയെന്നും പറഞ്ഞാണ് എന്നെ അഡ്മിറ്റ് ചെയ്തത്. പക്ഷേങ്കിൽ ICUയിലൂടെ ആക്കിയപ്പോഴത്തേക്കിന് എല്ലാം ചെയ്യുന്നതിൻ്റെ ബില്ല് നമ്മൾ അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെ നമ്മൾ ഒരുമിച്ച് അടച്ചാൽ മതി പ്രൈവറ്റ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എല്ലാം നമ്മൾ അപ്പോൾ ചെയ്ത് കൊടുക്കണം. ERCP ചെയ്യുന്നതിൻ്റെ ബില്ല് അടച്ചു കഴിയുമ്പോഴേ ഒരു പേഷ്യൻറ്റിനെ ഇറക്കത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം. മെഡിക്കൽ കോളേജ് ഗവൺമെൻറ്റാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 20,000 രൂപ എന്നും പറഞ്ഞ് എന്നെ ആക്കിയേച്ച് എനിക്ക് 60,000 രൂപ മേലായി. ബില്ല് മാത്രം 60,000 രൂപയുടെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവരിപ്പം പിത്താശയം മുറിച്ച് മാറ്റി കളയുന്നതിന് പറയുന്നത് 1,50,000 രൂപയോളം ചിലവാകുമെന്നാണ് പറയുന്നത്.